പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നശിച്ചു പോകാതിരിക്കാനും നശിച്ചു പോയ മക്കളെ മോചിപ്പിച്ചുകൊണ്ട് വിമോചനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളായിരിക്കുമ്പോൾ സ്വർഗം ഒത്തിരി സന്തോഷിക്കുന്നു. ഒരു ദിവസം കൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയും. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറയുന്നുണ്ട്, ഒരു പാപിയുടെ അല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ നാശം എന്ന് പറയുന്നത് ഈശോയെ സംബന്ധിച്ച് മരണകരമായ വേദനയാണ്. അതുകൊണ്ട് തന്നെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. ഈശോയുടെ ഹൃദയത്തെ, ഈശോയെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മക്കളുടെ മാനസാന്തരത്തിനു വേണ്ടി, തിരിച്ചുവരവിനു വേണ്ടി, വിമോചനത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയെ, ഈ ശുശ്രൂഷയെ സ്വർഗത്തിന് ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ്. ആരാധനയ്ക്കിരിക്കുമ്പോ, ദിവ്യാനുസരണത്തിലും മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, അത് ഹൃദയത്തിൽ അനുഭവിക്കാൻ അച്ഛന് പറ്റുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ പ്രാർത്ഥനകള്, സന്ദേശങ്ങള്, ഓരോ ഫോൺ വിളികള് എല്ലാം അച്ഛൻ ഈശ്വരന് മുമ്പില് സമർപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ മക്കളെയും നമ്മുടെ മക്കളെ പോലുള്ള മറ്റെല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ശുശ്രൂഷ അനേകം മക്കളിലേക്ക്, അനേകം മാതാപിതാക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ഒത്തിരി ഷെയർ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ, എളിമയോടെ അച്ഛൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ദിനത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ വിമോചനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും, അന്ധകാര ശക്തികളെയും, രോഗശക്തികളെയും, ശാപശക്തികളെയും, പൈശാചിക പീഡകളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വലിയ ജീവന്റെ സമൃദ്ധിയില് വിടുതൽ നൽകി, സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മിഖായേലിന്റെയും എല്ലാ വിശുദ്ധരുടെയും സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെയും പ്രത്യേകമായ സാന്നിധ്യ സംരക്ഷണത്തില് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ.
അവന് മേലിൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മള് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു മേഖല കൂട്ടുകെട്ടിന്റെ പൈശാചിക ബന്ധനത്തില് കുടുങ്ങിപ്പോയ അനേക മക്കൾ ആ ഒരു അടിമത്തത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളില് അനേകം മാതാപിതാക്കള് മക്കൾ കൂട്ടുകൂടി പോയി നശിച്ചതിന്റെ സങ്കടങ്ങൾ ഒത്തിരിയേറെ പങ്കുവച്ചു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 5-ാം അധ്യായത്തില് ലഗ്യോൻ ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ നമുക്കറിയാം. അവനെ കുറിച്ച് ഇങ്ങനെ പറയാ, അവന് കുറെ സ്വഭാവങ്ങളുണ്ട്. അതിൽ ഒരു വലിയ സ്വഭാവമാണ് അവൻ ശവകുടീരങ്ങൾക്കിടയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ ലഗ്യോൻ ബാധിച്ച്, പിശാച് ബാധിച്ച് അവന് പല പല സ്വഭാവങ്ങളാണ്. സ്വയം കീറിമുറിക്കും, അലറി വിളിക്കും, ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ പറ്റില്ല, കാൽവിലങ്ങുകൾ തകർത്തെറിയും. അങ്ങനെ ഇവന്റെ സ്വഭാവത്തില് ഒരു വലിയ സ്വഭാവമാണ് അവൻ വസിക്കുന്നത് ശവകുടീരങ്ങൾക്ക് ഇടയിലാണ്. നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും ശവകുടീരങ്ങൾക്കിടയിൽ പോയി താമസിക്കും? ഒരിക്കലുമില്ല. എന്താണ് ശവകുടീരങ്ങൾ എന്ന് പറഞ്ഞാല്? ശവം എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവയുടെ കൂടെ താമസിക്കുന്ന, ചത്ത് ജീവൻ നഷ്ടപ്പെട്ട് ചത്ത് ആയിപ്പോയ അവസ്ഥയിൽ ശവങ്ങളുടെ കൂടെ ആ കുടീരങ്ങളിൽ താമസിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാല് ജീവനില്ല. നമുക്കറിയാം ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോ ജീവനാണ്, വചനം ജീവനാണ്, കൂദാശകൾ ജീവൻ നൽകുന്നതാണ്. അപ്പോ ഈശോ ഇല്ലാത്ത, കൂദാശയില്ലാത്ത, ദൈവമില്ലാത്ത മക്കൾ എന്താണ്? സത്യം പറഞ്ഞാൽ അവർ ജീവനില്ലാത്തവരാണ്. അപ്പൊ ഈ ജീവനില്ലാത്ത മക്കളുടെ കൂടെ താമസിക്കുന്ന ഒരു ആത്മീയ മേഖലയാണ് ശവകുടീരങ്ങൾക്കിടയിൽ വസിക്കുന്നവർ. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നോക്കിയാൽ മതി. നല്ല കൂട്ടുകെട്ടുകള് നമ്മുടെ മക്കൾക്ക് പലർക്കും ഇല്ല. വഴിതെറ്റി പോകുന്ന, നശിച്ചു പോകുന്ന, ഡ്രഗ് അഡിക്റ്റ് ആയി പോകുന്ന, മ്ലേച്ഛതയ്ക്ക് പോകുന്ന, ഒത്തിരിയേറെ അനുസരണക്കേടിലേക്ക് പോകുന്ന അനേക മക്കൾക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ ദുരന്തമാണ് കൂട്ടുകെട്ട്. നല്ല കൂട്ടുകെട്ട് എന്ന് പറയുമ്പോ പള്ളി പോകുന്നു, ഉദാശകൾ സ്വീകരിക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു, മൊബൈൽ അടിമത്തമില്ല, ദുശീലങ്ങളില്ല. അവര് ഒത്തിരിയേറെ കൃപയില് ദൈവമക്കളെ പോലെ ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവത്തിൽ വളരുന്ന മക്കൾ. അത് നല്ല കൂട്ടുകെട്ട്, ജീവനുള്ളവര്. എന്നാൽ ഇന്ന് പല മക്കളും അങ്ങനെയുള്ള കൂട്ടുകെട്ടല്ല. പാപം ചെയ്ത്, മദ്യപിച്ച്, ലഹരിക്ക് അടിമപ്പെട്ട് കറങ്ങാൻ പോണു, തിന്നാൻ പോണു, പപ്പി പോണു, മദ്യപിക്കുന്നു, ജടിക പാപം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ദൈവമില്ലാത്ത, വചനത്തിന് നിരക്കാത്ത, ദേവാലയമില്ലാത്ത, ഉദാശയില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ട് നശിച്ചു പോകുന്ന മക്കൾ. ഇന്ന് നമ്മുടെ ഒത്തിരിയേറെ മക്കൾക്ക് അവർക്ക് വലുത് കൂട്ടുകാരെ പറഞ്ഞു. ഒരിക്കലും അപ്പം പറയണു, അപ്പന്റെ ഒരു വേദന. മകൻ കൂട്ടുകാരുടെ കൂടെ രാവും പകലും കറങ്ങി നടന്നു. ഒരു ദിവസം രാത്രി ഇവൻ വീട്ടിലുണ്ട്. ആ സമയത്ത് കൂട്ടുകാര് രണ്ടുപേര് വിളിക്കാൻ വന്നു. അപ്പൊ അപ്പൻ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആ കൂട്ടുകാരെ വഴക്ക് പറഞ്ഞു. ഇവൻ ഇത് കണ്ടിട്ട് അപ്പഴും പറയാ, എടാ തന്തേ, എന്റെ കൂട്ടുകാരൻ്റെ വഴക്ക് പറഞ്ഞോ, കൊന്നുകളി ഞാൻ എന്ന് പറഞ്ഞ് അപ്പനോട് അവൻ കയർക്കാണ്. കൂട്ടുകാര് ആണ് അവര് വലുത്. നമുക്കറിയാം, അതിരാത്രി ഈ കൂട്ടുകാര് വീട്ടിൽ വന്ന് വിളിച്ചിട്ട് അപ്പനിങ്ങനെ പറഞ്ഞ് വിളിക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അവനെ കൂട്ടുകാരെ അപ്പനെ തെറി പറഞ്ഞ് കൊന്നുകളി എന്നൊക്കെ പറഞ്ഞു പോയി. ഓക്കെ, ഇതാണ് ശവകുടീരങ്ങൾക്കിടയിൽ വസിക്കുന്ന മക്കൾ. ഇനി ഇതുപോലെ ഒത്തിരി ഇന്നലെ രാമിച്ച് പറയാ, എന്റെ അച്ഛ, എന്റെ മോൻ കൂട്ടുകൂടി രാത്രി പോയി, അവനും ചെയ്തില്ല എന്നാ പറഞ്ഞ. പക്ഷെ അവന്റെ കൂട്ടുകാര് കഞ്ചാവ് വിൽപ്പനക്കാരായിരുന്നു. അവരെ പിടിച്ചു, ഇവനും പ്രതിയായി. അവൻ ഒളിവില. അവനവിടെ പോയി. അവൻ എന്തു പോയി? ആ കൂട്ടുകാരുടെ കൂടെ കൂടി എന്ത് ചെയ്തു? വേറൊരു അമ്മച്ചി കഴിഞ്ഞ ദിവസം പറയാ,
രാത്രി മോൻ കൂട്ടുകൂടി പോകും, തോന്നുമ്പോ വരും. അങ്ങനെ പോണ സമയത്ത് ഒരു ചേട്ടൻ മദ്യപിച്ചു വന്നു. കൂട്ടുകാരോട് ഇരിക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്തു? ആ ചേട്ടൻ എന്താ പറഞ്ഞപ്പോ ആ ചേട്ടനെ പിടിച്ച് തള്ളി. ചേട്ടൻ തലയിടിച്ച് വീണു. രാത്രി 11:30 തലയിടിച്ച് വീണു. ആള് മരിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ആള് മരിച്ചു. ഇന്നവൻ ജയിലിൽ കിടക്കുക. അമ്മ പറയാ, അച്ഛ കേസ് നടത്താൻ പൈസ ഇല്ല, ജാമ്യം എടുക്കാൻ ആരുമില്ല, കൂട്ടുകാരും നശിച്ചു പോയി. ഒത്തിരി മക്കള് കൂട്ടുകൂടി പോകുന്ന മക്കള് ഇനി കൂട്ടുകൂടി കറങ്ങാൻ പോവാ, മദ്യപിക്കാൻ പോവാ, മ്ലേച്ഛമായ സിനിമയ്ക്ക് പോവാ, പബ്കളിൽ പോവാ. പെൺകുട്ടികള് ആൺകുട്ടികള് രണ്ടും സെയിമാ. ഇന്ന് പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോ കുറെ അമ്മച്ചിമാര് വിളിച്ച് പറഞ്ഞു, എന്റെ അച്ഛ പെൺകുട്ടികള് ഒരുമിച്ച് വീട്ടിക്കൂടും, അല്ലെങ്കിൽ ഒരുമിച്ച് പോകും. ചില സമയത്ത് ഇവരുടെ ബോയ് ഫ്രണ്ട്സും കൂടെ വരും. അങ്ങനെ ഒരുമിച്ച് ഹോം സ്റ്റേ പോവാ, പബ്ബിൽ പോവാ, കറങ്ങാൻ പോവാ, ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരുത്തരം വീട്ടിൽ പോകും, അവിടുന്ന് കറങ്ങാൻ പോകും. അങ്ങനെ ഒത്തിരി കേസുകൾ. അതിനിടയ്ക്ക് മദ്യപിക്കും. പെൺകുട്ടികൾ ഒരുമിച്ച് മദ്യപിക്കും, ആൺകുട്ടികളും ചേർന്ന്. സിഗരറ്റ് വലി. ഇന്നലെ അമ്മച്ചി പറയാ, ഏതാണ്ട് പേന പോലെ ഇരിക്കുന്ന സാധനം ഇലക്ട്രോണിക് സിഗരറ്റ് ആണ്. അത് പെങ്കൊച്ചങ്ങള് സ്വന്തം മോള് വലിക്കുന്നത് അമ്മ കാണേണ്ടി വന്നു, കൂട്ടുകാർ കൂടിയിട്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പാപം ചെയ്യുന്ന, മ്ലേച്ഛത ചെയ്യുന്ന, ഏത് തിന്മയും ചെയ്യുന്ന പൈശാചികമായ ബന്ധത്തിൽ കുടുങ്ങിയ കൂട്ടുകാരെ കൂടെ കൂടി നശിച്ചു പോകുന്ന അനേക മക്കള് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പൈശാചിക ബന്ധനത്തിന്റെ കെട്ടിന്റെ വലിയൊരു മേഖല. ഈ പിശാച് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ആ ലഗ്യോൻ ബാധിച്ച ആ മനുഷ്യനിൽ നിന്ന് പിശാചിനെ പുറത്താക്കി ഈശോ. ആ പിശാചികൾ വിട്ടുപോയപ്പോ വസ്ത്രം ധരിക്കാത്തവൻ വസ്ത്രം ധരിച്ച് അവൻ മാന്യനായിട്ട് ഈശോയോട് പറയാ, ഈശോയെ ഞാൻ നിന്റെ കൂടെ പോന്നോട്ടെ. കണ്ടോ, ഇതുവരെ ശവകുടീരങ്ങൾക്കിടയിൽ വസിച്ച ആ മകൻ ആ പിശാചുക്കൾ വിട്ടുപോയപ്പോ അവൻ യേശുവിന്റെ കൂടെ, ജീവന്റെ കൂടെ, ജീവനാകുന്ന കർത്താവിന്റെ കൂടെ ജീവിക്കുവാൻ അവൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവൻ ചോദിക്കുക. എന്റെ മക്കളെ, നമ്മുടെ മക്കളെ ഇന്ന് ഈ പൈശാചിക ബന്ധനത്തില് സാത്താൻ കുടുക്കി വച്ചിട്ടുണ്ട്. അതിനെ പറ്റിയ സിനിമകള്, അതിനെ പറ്റിയ റീലുകള്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ തിന്മയെ, മ്ലേച്ഛതയെ, അശുദ്ധിയെ, വ്യഭിചാരത്തെ, മദ്യപാനത്തെ, കറങ്ങാൻ പോകലിന്, മയക്കുമരുന്നിന് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളും റീലുകളും എല്ലാം കൊണ്ട് നിറയുമ്പോ ഈ കൂട്ടുകൂടി നമ്മുടെ മക്കള് അതിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ പല പല കേസുകള് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ എന്ന് പറയാൻ പറ്റില്ല. മക്കള് പോയ അതിൽ ചെന്ന് ചെയ്തിരിക്കും. മദ്യം വിൽക്കുന്നവര്, മദ്യമല്ല, കഞ്ചാവ്, MDM, സ്വന്തം ശരീരം വിൽക്കുന്നവര്, കോംപ്രമൈസ് ചെയ്യുന്നവര്. മിനിഞ്ഞാന്നൊരു അമ്മച്ചി പറയാ, അമ്മച്ചിയുടെ മോളെ കൂട്ടുകാരി പറ്റിച്ച് വേറൊരു അക്രൈസ്തവ ചെറുപ്പക്കാരനുമായിട്ട് കെണിപ്പെടുത്തി. അങ്ങനെ കൊച്ച് വീട് വിട്ടിറങ്ങി. ഇന്ന് അവൾക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ പറ്റണില്ല. അതുപോലെ നിലവിളിക്കുക, അമ്മേനെ വിളിച്ച് അമ്മയെ തിരിച്ചു വരണം, പറ്റണില്ല, കെണിപ്പെട്ടു പോയി, രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാ. കൂട്ടുകാരി കൊണ്ടുപോയതാ. എന്റെ മക്കളെ, അതിഭയാനകമായ പൈശാചികമായ ഒരു കെണി ഈ കൂട്ടുകെട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ മക്കൾക്ക് അപ്പനും അമ്മയ്ക്കും ഒരു വിലയില്ല, അനുസരിക്കത്തില്ല, പിന്നെ പള്ളി പൊക്കില്ല, ഉദാശയില്ല, പ്രാർത്ഥനയില്ല, പിന്നെ കൂട്ടുകാരാ ലോകം. രാത്രിയുന്നില്ല, പകലുന്നില്ല, തോന്നുമ്പോ വരും, ഇഷ്ടമുള്ളപ്പോ ഇറങ്ങിപ്പോ. ഇങ്ങനെ കൂട്ടുകാർ കൂടി പോയി നശിക്കുന്ന മക്കൾ. ഞാൻ ഈ രാത്രിയൊക്കെ ധ്യാനം കഴിഞ്ഞ് വരുമ്പോ നമ്മുടെയൊക്കെ ഈ ഏരിയയിലൊക്കെ രാത്രി പിള്ളേരുണ്ട്. നമ്മുടെ ഈ ആശ്രമത്തെ തൊട്ടപ്പുറത്ത് 2 പെണ്ണുങ്ങൾ താമസിക്കുന്നുണ്ട്. രാത്രി ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ആൺകുട്ടികള് താഴെ വന്ന് കൂട്ടുകാർ കൂടി നിൽക്കുന്നു. ഇവരിറങ്ങി വന്നേക്കളും ഒരുമിച്ച് വലി, അങ്ങനെയുള്ള കാര്യങ്ങളാ. ഇങ്ങനെ ഇറങ്ങി നിൽക്കണ്ട്. രാത്രി ഒരു 1 മണിയായി. ഇങ്ങനെയാണ് നമ്മുടെ മക്കള്. ഇങ്ങനെ മിണ്ടിക്കഴിഞ്ഞാ പ്രശ്നമാണ്. ഇന്ന് മിണ്ടാൻ പോലും പറ്റില്ല. കാരണം കൂട്ടുകാരാ, അവിടെ അച്ഛനെന്നോ ആരാ നോക്കില്ല, പൂളിക്കളയവര് കൊന്നുകളയും. മിണ്ടാണ്ട് പോകണം നല്ലത്. കാരണം അത്രമാത്രം പൈശാചികത നിറഞ്ഞ ഒരു ലോകത്തിലായി പോയി നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂട്ടുകെട്ടിപ്പെട്ട് നശിച്ച് അടങ്ങി സാത്താൻ കൺട്രോൾ ചെയ്ത് നാശത്തിലേക്ക്, തകർച്ചയിലേക്ക്, ജയിലുകളിലേക്ക്, കേസുകളിലേക്ക് ഒക്കെ നശിച്ച് മ്ലേച്ഛതയിലേക്ക്, അഭിചാര്യം, അന്തർവാദം, വ്യഭിചാരം, ഒത്തിരി തിന്മകളിലേക്ക് പോയിരിക്കുന്ന അനേക മക്കള് ഇന്ന് പെട്ടെടുക്കണ്ട്.
ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം മക്കളെ. യെശയ്യാ പ്രവാചന പുസ്തകം 49, 24, 25 നമ്മൾ പലവട്ടം കണ്ടു. ആ വചനം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ശക്തനിൽ നിന്ന് ഇരയെയും സ്വേച്ഛാധിപതികളെയും മോചിപ്പിക്കാൻ പറ്റുന്ന വചനല്ലേ യെശയ്യാ പ്രവാചന പുസ്തകം 49, 24, 25. കർത്താവ് പറയാ, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. കർത്താവ് പറഞ്ഞ ഞാൻ രക്ഷിക്കും. ആ വചനത്തെ ക്ലെയിം ചെയ്ത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം മക്കളെ. ഇത് വലിയ പിശാച നമ്മുടെ മക്കളെ ഈ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക്, ശവകുടീരങ്ങളിലേക്ക്, പിശാചുക്കളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നശിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ വലിയ മേഖലയില് ശക്തമായ ഒരു ബഹിഷ്കരണ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ നിയോഗത്തിന് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും 12 വിശ്വാസ പ്രമാണം, അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം, അങ്ങനെ വിളിക്കുന്നത് അപ്പോസ്റ്റൽ ക്രീഡ് എന്ന് വിളിക്കാം. എന്താണ് എന്റെ പ്രത്യേകത? അപ്പസ്തോലന്മാര് ഈ 12 പേരും യോഹന്നാൻ ഒഴിച്ച് ബാക്കി 11 പേരും വിശ്വാസത്തിനു വേണ്ടി, വചനത്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി അതിക്രൂരമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് രക്തസാക്ഷികളായിട്ട് വിശ്വാസത്തിനു വേണ്ടി മരിച്ചവരാണ്. യോഹന്നാനിൽ പറയണ്ട, എണ്ണയിലൊക്കെ ഇട്ട് തിളപ്പിച്ച് പാത്മോസ് ദ്വീപിലെ ഏകാന്തതയില് ഒത്തിരി സഹിച്ച് മരിച്ച മനുഷ്യനാണ് വിശുദ്ധ യോഹന്നാൻ. അതുകൊണ്ട് ഈ 12 സ്ലീഹന്മാരുടെ മധ്യസ്ഥതയിൽ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായ, വിശ്വാസ പ്രഖ്യാപനത്തിനു വേണ്ടി ജീവിച്ച ആ അപ്പസ്തോലന്മാരുടെ ക്രീഡാണ്, പ്രമാണമാണ് വിശ്വാസ പ്രമാണം. നിങ്ങൾ ആ 12 അപ്പസ്തോലന്മാരുടെ മധ്യസ്ഥതയില് 12 വിശ്വാസ പ്രമാണം നമ്മുടെ മക്കളുടെ വിമോചനത്തിന് വേണ്ടി, ആ മക്കൾ ശവകുടീരങ്ങൾക്കിടയിൽ വസിക്കാതെ ജീവിക്കുന്ന കർത്താവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി എല്ലാവരും നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ ഈ വിമോചന പ്രാർത്ഥന സമയത്ത് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ 12 അപ്പസ്തോലന്മാരുടെ മധ്യസ്ഥതയിൽ 12 ദിവസം കേട്ടോ, 12 ദിവസം മുടങ്ങാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ 12 ദിവസത്തിനുള്ളില് വലിയ അത്ഭുതങ്ങള് ഈ സ്ലീഹന്മാരുടെ മധ്യസ്ഥതയില്, നമ്മുടെ ഈ പ്രാർത്ഥനയില്, കുടുംബത്തില്, മക്കളില് സംഭവിച്ചിരിക്കും. ഇത് ആരാധനയ്ക്കിരുന്നപ്പോ കർത്താവ് നൽകിയ ഒരു വലിയൊരു വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കൂട്ടുകെട്ടിന്റെ പൈശാചിക ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കളുടെ വിമോചനത്തിനു വേണ്ടി ഇന്ന് ആരാധനയില് ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് ശക്തമായ ഇടപെടലിന് വേണ്ടി നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ആ കീഴ്പ്പെടല് നമുക്ക് ഇന്ന് ലഭിക്കട്ടെ, മക്കൾക്ക് ലഭിക്കട്ടെ. നമ്മുടെ മക്കൾ വിമോചനം പ്രാപിക്കട്ടെ. ആ ലഗ്യോൻ ബാധിച്ചവൻ വിമോചനം കിട്ടിയപ്പോ അവൻ യേശുവിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച പോലെ നമ്മുടെ മക്കളും വിമോചനം പ്രാപിച്ച് കർത്താവിന്റെ കൂടെ ജീവിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, ഞങ്ങളുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന, വിമോചിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെയോർത്ത്, അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തിയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഒരു പാപിയുടെ നാശം, ഒരു ആത്മാവിന്റെ നാശം അങ്ങേക്ക് മരണകരമായ വേദനയാണെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, കൂട്ടുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കണ്ടു വലിയ പൈശാചികമായ ശക്തികള്, ആധിപത്യങ്ങള്, അധികാരങ്ങള് ഞങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തി ഇന്ന് നശിപ്പിച്ച് തകർത്ത് ലഹരിക്ക്, കൂട്ടുകെട്ടിന്, മ്ലേച്ഛതയ്ക്ക്, ഒത്തിരിയേറെ ജയിലിൽ പോലും പോകാൻ അവസ്ഥയില് ഞങ്ങളുടെ മക്കളെ നശിപ്പിച്ചിട്ടുണ്ട്. പഠനം മുടങ്ങി, ജീവിതം മുടങ്ങി, വഴിപിഴച്ചു പോയി, ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെടുത്തി, അങ്ങനെ കൂട്ടുകെട്ട് ഞങ്ങളുടെ മക്കളെ പലതിലും നശിപ്പിച്ചിരിക്കുന്നു. സാത്താന്റെ കെണിപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഇന്ന് കേസിലും ദുശീലത്തിലും കൂട്ടുകെട്ടിലും ഒത്തിരിയേറെ നശിച്ചു പോയ എല്ലാ മക്കളെയും ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഈശോയെ തോബിയാസിന് മാലാഖയെ നൽകിക്കൊണ്ട് നല്ല കൂട്ടുകാരന് നൽകിയില്ലേ? ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല കൂട്ടുകെട്ട് ദാനിയേല്, ശദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ, നല്ല കൂട്ടുകെട്ട്. ദാവീദ് ഒത്തിരിയേറെ സ്നേഹത്തോടെ ജോനാഥനെ ചേർത്ത് പിടിച്ചു. നല്ല കൂട്ടുകെട്ട്. ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് അവർ പഠിക്കാൻ പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ, ഏതിനും പോകുമ്പോ അവിടെയൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ട് ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഈശോയെ അങ്ങയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പിതാവിനോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് സ്വർഗീയ കൂട്ടുകെട്ടിൽ ഈ ലോകത്തിൽ ജീവനുള്ള മക്കളുമായിട്ട്, നല്ല മക്കളുമായിട്ട് കൂട്ടുകൂടാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി വലിയ വിമോചനം നൽകി മറ്റെല്ലാ പൈശാചിക ശക്തികളെയും ചിന്താഗതികളെയും തീരുമാനങ്ങളെയും നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിൽ ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും നെറ്റിയില് വിശുദ്ധ കുരിശിനാല് മുദ്ര വയ്ക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് ജ്ഞാനസാന വ്രതത്തിന്റെ നവീകരണത്തിനായി വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും കൂട്ടുകെട്ടിന്റെ വശീകരണ ശക്തികളോടും നാശത്തിലേക്ക് നയിക്കുന്ന എല്ലാ ബന്ധങ്ങളോടും ശവകുടീരങ്ങളായിട്ട് ജീവിക്കുന്ന ജീവനില്ലാത്ത എല്ലാ പൈശാചിക മേഖലയിൽ കഴിയുന്ന മക്കളെ പ്രവർത്തിക്കുന്ന അരൂപികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, വശീകരണത്തിന്റെയും ഭക്ഷണത്തിലൂടെ കൈമാറുന്ന പൈശാചിക
ക്ഷുദ്രശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവയൊന്നും ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ വികാരങ്ങളെയോ തീരുമാനങ്ങളെയോ ചിന്താഗതികളെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും വികാരങ്ങളിൽ ആസക്തികളും തീരുമാനങ്ങളിൽ പൈശാചികതയും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവൃത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും തീരുമാനങ്ങളെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഈ മക്കളെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവർ കർത്താവേ അങ്ങയുടെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളുടെ മക്കൾക്ക് കാവലായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെ ബന്ധനത്തിൽ നിന്നും കൂട്ടുകെട്ടിൽ നിന്നും പൈശാചികമായ തീരുമാനങ്ങളിൽ നിന്നും മോചിതരായി വിമോചനം പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രം അർപ്പിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ കുടുംബത്തെ, മാതാപിതാക്കളെ, ഈശോയെ, ഉദാശകളെ സ്നേഹിച്ച് സ്വീകരിച്ച് ഈശോയെ ജീവന്റെ മക്കളായി ജീവനാഥനായ അങ്ങയോട് കൂടെ ആയിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെല്ലാ മക്കളെയും പരമേൽപ്പിക്കുന്നു. അവരിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ, തെറ്റായ തീരുമാനങ്ങള്, മാതാപിതാക്കളെ വിട്ട്, ഈശോയെ വിട്ട്, ഉദാശ വിട്ട്, കൂട്ടുകാരെ കേട്ട് അവരുടെ പിന്നാലെ ഒട്ടുകൂടി നശിച്ച് കേസുകളിൽപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട് ജനിക പാപങ്ങൾ ചെയ്ത് ഒട്ടുകൂടി വഴിപ്പിഴച്ച് നശിച്ചു പോകാതെ ഈശോയെ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുവരണമേ. അങ്ങയുടെ നാമത്തില് അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെയും അപ്പന്റെയും അമ്മയുടെയും അധികാരത്തിൽ അങ്ങയുടെ നാമത്തിൽ ഇങ്ങനെ വഴിതെറ്റിപ്പോയ മക്കളെ ഞങ്ങൾ തിരിച്ചു പിടിച്ച് കർത്താവേ അങ്ങയുടെ തൃപാദത്തിങ്കൽ കുരിശിന്റെ ചുമട്ടിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. കർത്താവേ, യഥാർത്ഥമായ വിമോചനം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സമാധാനം, അങ്ങയുടെ ജീവൻ, അങ്ങയുടെ സന്തോഷം എല്ലാം ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ
ദിവ്യവരങ്ങൾ ഈശോയെ ഞങ്ങളുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവർക്ക് സമാധാനവും സൗഹൃദവും സന്തോഷവും നൽകി അങ്ങയുടെ കൃപയാലും കരുണയാലും സ്വർഗത്തിന്റെ സഹായത്താലും സ്വർഗീയരുടെ കൂട്ടുകെട്ടാലും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുടെ വിടുതലും വിമോചനവും നൽകണം, അങ്ങയുടെ സൗഹൃദം നൽകണം, അങ്ങയുടെ സ്നേഹം നൽകണം. അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർന്നാൽ ഞങ്ങളുടെ മക്കള് വേറെ കൂട്ടുകൂട്ടി പോവില്ല. ചേർത്ത് പിടിക്കണമേ ഈശോയെ. അതിനായി അങ്ങ് തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ചേർത്ത് പിടിക്കണമേ ഈശോയെ.